ഗായ്സ്, എല്ലാവർക്കും ഐഷനീസ് ആൻഡ് ഐദിൻസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാക്ക് ടു സ്കൂളാണ്. അപ്പം നിങ്ങളൊക്കെ ഞാൻ എന്താണ് കളർ ഡ്രസ്സിൽ നിൽക്കുന്നത്, കുളിച്ച് റെഡി ആവണ്ടേ എന്ന് ചോദിക്കും. ഇപ്പോൾ സമയം ഗൈസ് 7:30 ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 6 മണിക്ക് എഴുന്നേറ്റു. ഞാൻ കുളിച്ചതാ റെഡി ആയിട്ടുണ്ട്. 8:05 ഗൈസ് ബസ് വരും. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. സോ ഞാൻ ഹെയർ ഡ്രയർ വെച്ച് ഹെയർ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഫോൺ വെച്ചു. അമ്മ ഫസ്റ്റ് അതിന് മുകളിൽ കുളിക്കുകയാണ് ഗൈസ്. അവൻ എന്താണ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ പൗച്ച്. പാവം, ഞാനിവളങ്ങനെ പാവം. ഞങ്ങൾക്ക് സ്കൂൾ 12:30 വരെ ഉള്ളൂ. അപ്പോൾ ലഞ്ചൊന്നും കൊണ്ടുപോകണ്ട. അപ്പം ഇന്ന് ഞാൻ കളർ ഡ്രസ്സാണ്. ബിക്കോസ് എൻ്റെ യൂണിഫോം തയ്ക്കാൻ കൊടുത്തിട്ട് 2 മാസമായി, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഇവിടെയാണ് മിററുള്ളത്. അപ്പം ഞാൻ ഇവിടെ നോക്കിയിട്ട് ഗൈസ് ഈ ഇവിടെയാണ് മിററുള്ളത്. അപ്പം ഞാൻ ഇവിടെ നോക്കി അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമല്ല. ഞാൻ ഇത്രയൊക്കെ ചെയ്യാറുള്ളൂ. സ്കൂളിൽ നമ്മളിങ്ങനെ കെട്ടിയിടുങ്ങി ഞാൻ പോകില്ല. പിന്നെ കമ്മൽ വേണ്ടിട്ടാ മറന്നു. പിന്നെ ഒരു പൊണിറ്റയിലും കൂടെ കിട്ടിയാൽ സെറ്റാണ്. ഞാൻ സ്പ്രേ ചെയ്തു. ഇനി മുടി കെട്ടണം. അതിന് മുമ്പ് ഫുഡ് കഴിക്കണമെന്ന് എനിക്കറിയില്ല. അമ്മ അവിടെ ഉണ്ട്, ഞാൻ പോയി നോക്കട്ടെ. ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ ഇപ്പോൾ വോയിസ് ഓവറിൽ വന്നത്. ഇത് സ്ലോ മോഷനിലായിരുന്നു കേട്ടോ വീഡിയോ. അപ്പം ഞാൻ സൺസ്ക്രീം ഇട്ടു. പിന്നെ ഇതാ മുടി കെട്ടാൻ പോവാണ് കേട്ടോ. ഗൈസ്, ഇവിടെ ഇപ്പോൾ ഫുഡ് ചപ്പാത്തിയും അച്ഛൻ്റെ സ്പെഷ്യൽ ബീഫ് റോസ്റ്റും ആണുള്ളത്. അപ്പോൾ ഗൈസ്, അമ്മ മുടി കെട്ടിത്തരാണ്. ഇന്നത്തെ ദിവസമാണ് പൊണ്ടയിൽ. ഇനി യൂണിഫോം കിട്ടിക്കഴിഞ്ഞാൽ പൊണ്ടയിലാണോ 2 സൈഡാണോ എന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസമാണ് പൊണ്ടിട്ട് മാറ്റി കിട്ടണം മുടി. ബാഗൊക്കെ ഇട്ട് നിൽക്കാണ്. വാട്ടർ പോയതാണ് ഇതിൻ്റെ ബാഗ്. ഞാൻ ബാഗൊന്ന് മാറ്റി പിടിച്ച് അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എടുക്കാൻ പോകുന്നുണ്ടായിരുന്നു ഒരു ഡാർക്ക്. ഞാൻ എക്സാം സമയത്ത് കൊണ്ടുവന്നൊരു ചെറിയ ബാഗായിരുന്നു. പിന്നെ റഫ് ബുക്കും വാട്ടർ ബോട്ടിലും. ഇതാണ് എൻ്റെ ബാഗ്. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയ ബാഗാണ് കൊണ്ടുവന്നത്. നമുക്ക് റഫ് ബുക്കും പൗച്ചും വാട്ടർ ബോട്ടിലും മാത്രമാണ് കൊണ്ടുവന്നത്. പക്ഷേ ഐദിൻ ആണ് സ്കൂൾ ബാഗാണ് ഞാൻ എടുത്ത പുതിയ. അപ്പം ഞാനും എടുത്തു ഗൈസ്. ഞാനൊരു ആദ്യം എക്സാമിന് കൊണ്ടുവന്നൊരു ചെറിയ ബാഗാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ മാറ്റിയിട്ടാണ്. ഇതാണ് ബാഗ്. പിന്നെ കളർ ഡ്രസ്സ് തിരിഞ്ഞിങ്ങനെ കുറച്ചേരം ഐദിനെ കാണിച്ചു തരാം. ഐദിനാണ് എനിക്കിവിടെ ആംഗിൾ പറഞ്ഞിരുന്നത്. ഇതാണ് അവൻ്റെ ബാഗ്. ഇതാണ് അവൻ്റെ ഡ്രസ്സ്. അപ്പം ഞങ്ങൾ രണ്ടൊരു സ്കൂൾ ചെരുപ്പാണ് ഇട്ടത് അല്ലേ. അതുകൊണ്ടാണ്. പിന്നെ ഇവൻ്റെ റെയിൻകോട്ടും ബാഗിലുണ്ട്. എൻ്റെ കുടയും ഉണ്ട് ഗൈസ്. എനിക്ക് പുതിയ ചിപ്പാണ്. അതെ, ഞാൻ എക്സാമിൻ്റെ സമയത്ത് വാങ്ങിയാണ്. അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കേട്ടോ. ഇവിടെ നിന്നായിരുന്നു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഗൈസ്. ഇപ്പോൾ ഗൈസ് 8:06 ആയിട്ടുണ്ട് സമയം. അപ്പം ഞങ്ങൾക്ക് 8:13 സമയം പറഞ്ഞാൽ മുകളിൽ കയറിക്കാൻ. അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് കയറിക്കണം ഗൈസ്. ഞങ്ങൾ സ്കൂളിൽ പോയി 12:30 വരെ ഞങ്ങൾക്ക് ക്ലാസ് ഉള്ളൂ. ഞങ്ങളിപ്പോൾ വരും ഫുള്ള് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ ചെടികളൊക്കെ ഉണ്ടെന്ന് ഗൈസ്. രാത്രി നല്ല മഴയായിരുന്നു. സങ്കടമുണ്ടോ ഐദിന് സങ്കടമുണ്ടോ? നിനക്ക് സങ്കടമുണ്ടോടാ? ഇല്ലേ? ഉണ്ടല്ലേ. ഐദിനൊരു റെയിൻബോ ഡ്രസ്സാണ്. ഞാനൊരു റെഡ്. പിന്നെ ഇതാണ് എൻ്റെ ലുക്ക് കേട്ടോ. നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ എടുത്ത ഫോട്ടോ ഞങ്ങൾ തമ്പനയിലാക്കുന്നതായിരിക്കും. നല്ല ഫോട്ടോ ആണെങ്കിൽ തമ്പനയിലാക്കുന്നതായിരിക്കും. അപ്പം ഇതാ ഗൈസ് ഐദിൻ
ഇതിൻ്റെ വാട്ടർ ബോട്ടിൽ ഇതാണ് കേട്ടോ. ഇതിൻ്റെ അവിടെ ഒന്ന് പിടിക്ക്. എൻ്റെ ഗൈസ് എൻ്റെ കുപ്പി ഇതാണ്, ബ്രൗൺ ആണ്, സെയിം തന്നെയാണ് കളറ്. ഗൈസ് ഞങ്ങൾ ഇത്രയും നേരം സംസാരിച്ചത് ക്യാമറ ഓൺ ആയില്ലായിരുന്നില്ല, അപ്പോൾ വീണ്ടും പറയേണ്ടി വന്നു. റെയിൻകോട്ടും കുപ്പിയും അവൻ്റെ ഡ്രസ്സും അവൻ്റെ ബാഗും കുറച്ചൊക്കെ ഡ്രസ്സിലൊക്കെ കുറച്ച് പച്ചുണ്ട്, ബാഗിൽ ബോട്ടിൽ, പിന്നെ അവൻ്റെ റെയിൻകോട്ടും പച്ചയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാ അവൻ്റെ റെയിൻകോട്ട് അടയ്ക്കാണ് കേട്ടോ സിപ്പ്. സോറി പറഞ്ഞിട്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് ബസ് വരാൻ സമയമില്ല, അവിടേക്ക് ഞങ്ങൾ കയറി പോകണം. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി വൈകുന്നേരം വന്നിട്ട് കാണാം. ഞങ്ങൾ ഇങ്ങോട്ട് കാണിക്കല ഉച്ചയ്ക്ക് 12:30 ഞങ്ങളിവിടെ എത്തും. ബട്ട് ഞങ്ങൾ അമ്മ ജോലിക്ക് പോകുന്നുണ്ട്. ഇവനൊക്കെ നടന്നു വന്നിട്ട് അമ്മ ജോലിക്ക് പോകുന്നതുകൊണ്ട് വൈകുന്നേരം കാണാം. ഹലോ, അപ്പം നൈസ് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്നിട്ട് കുറേ ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം സൈഡിൽ കൂടെ തട്ടി മാറ്റിയിട്ടാണ് നോക്കണത്. ഇപ്പം 4:25 ആയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ ഇത്രയും നേരം ഷോപ്പിലായിരുന്നു. അമ്മ ഇപ്പോൾ വന്നിട്ടാ വണ്ടി കയറുന്നേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് ഗൈസ്. എനിക്കൊരു ഹോംവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്കൂൾ ഡയറി കിട്ടി, അത് കവർ ചെയ്യണം. പിന്നെ നാളെ 4 ടെക്സ്റ്റ് ബുക്ക് ബാക്കി കിട്ടാനുണ്ട്. സോ ഇത് എൻ്റെ മൂട്ടിക്കൊല്ലം അച്ഛാ. അപ്പോൾ ഗൈസ് ഞാൻ ഇതുണ്ട്, എൻ്റെ മൂട്ടി കുറച്ച് കോളായിട്ടുണ്ട്. പിന്നെ ഇതിന് അപ്പോൾ ഇതിൻ്റെ ഹോംവർക്ക് കിട്ടിയോ? ഇതിന് ഹോംവർക്ക് ഒന്നും കിട്ടിയില്ല. എനിക്ക് കോപ്പിയിൽ എഴുതാനുള്ളൊരു ഹോംവർക്കാണ്. പിന്നെ നിങ്ങൾക്ക് ഡയറി കിട്ടിയില്ലേ? ഇതെൻ്റെ ക്ലാസ് ഗൈസ് 2A ആണ്, ഞാൻ 7th C ആണ് ഗൈസ്. ഞാൻ LKG തൊട്ട് 6th വരെ A ആയിരുന്നു. ഇപ്പം ഇതായിരുന്നാണ് ഗൈസ്. ഞങ്ങൾ ബാഗൊക്കെ എടുത്ത് വെച്ച് ഇതാക്കിയിരുന്നു. അപ്പോഴത്തേക്ക് അച്ഛനമ്മേന്ന് കൂട്ടാൻ പോയി. അപ്പം പോവാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഗൈസ് അച്ഛൻ കൂട്ടാൻ വേണ്ടി പോയി. അപ്പം ഇതാണ് കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ ബാഗൊക്കെ എടുത്ത് വെച്ചു, പോവാണ് ഗൈസ്. വീട്ടിലെത്തി. ഇവിടെ ഐദിൻ ഓർബിഡ് വരുന്ന വഴിക്ക് വാങ്ങി. ഇത് ഇത്രയോട് വലുതാവശ്യം ഇനി തരുമോ? ഒരെണ്ണം ഞാൻ തന്നല്ലോ, 1 2 ഗൈസ്. ഇനി ഹോംവർക്ക് ഉണ്ട് ചെയ്യാൻ. ഹോംവർക്ക് എന്നാല് അങ്ങനത്തെ ഹോംവർക്കല്ല, നമുക്ക് സബ്ജക്റ്റ് ആയിട്ടൊന്നും പഠിപ്പിച്ചില്ല. ക്ലാസ് ടീച്ചർ എനിക്ക് വേറെ ഹോംവർക്ക് ഉണ്ട്. ഡയറി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നോക്കട്ടെ. ഹായ് ഗൈസ്, ഒന്ന് നമുക്കൊന്ന് എടുത്തു നോക്കാം. ഒന്ന് എടുത്തു നോക്കട്ടെ. കൈ എടുക്ക ഇവിടുന്ന്. ഇതാ യെസ്, കുഞ്ഞതായിട്ട് വീർത്ത് വരുന്നുണ്ട്. ഇത് വലുതാവും ഗൈസ്. 3 മണിക്കൂർ ഞാൻ കാണിച്ചതാണ്. ഇത് എടുത്താൽ കിട്ടുക, പിന്നെ വെള്ളത്തിട്ട് സ്ലിപ്പാവും ഗൈസ്. ഞങ്ങൾക്ക് കസിൻ്റെ വീട്ടിൽ നിന്ന് മാങ്ങ കിട്ടി. ഇപ്പം ഞങ്ങളിനി ഈവനിങ് ഫുഡും സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പോവാണ്. ഇത്തിരിയോട് വലുതാവും. പാക്കറ്റ് കിട്ടിയപ്പോഴേ എടുക്കാൻ പാട് വിടണം. ഇനി കുറച്ച് ഓടിച്ചിട്ട് അടിക്കണം. ഗൈസ് ഞങ്ങൾ ഇന്ന് കസിൻ്റെ വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഇത്ര സമയം 4:15 ആവാൻ പോകുന്നു. വലുതാവുന്നുണ്ട് കുറച്ച് നോക്കട്ടെ. എന്നിട്ട് ഫണ്ടിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു ഈ സംഭവം. നോക്കട്ടെ, കുഞ്ഞത് വലുതാവുന്നു. അത് വേണ്ട ചെടി. ക്ലിയറും ഉണ്ട് കേട്ടോ, ക്ലിയറും ഉണ്ട്, ഭയങ്കര ക്ലിയറാണ്. ഇത് വലുതായിട്ട് നിങ്ങൾ ഈ കുപ്പിയിൽ ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും മണിക്കാൻ വെക്കണം. ഗൈസ് ഡയറി കംപ്ലീറ്റ് ചെയ്യാണ്ട് അമ്മ ഇന്ന് തന്നെ ഡയറി കിട്ടി. അവരും കിട്ടി. നിനക്ക് കിട്ടിയായിരുന്നോ ഡയറി?
അത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു. നമുക്ക് ഇപ്പം തന്നെ വലുതായിരുന്നു. കുറച്ചുകൂടെ കഴിയുമ്പം നല്ല വലിപ്പുണ്ടാവും. ഇതാണ് ഗൈസ് കട്ട്. എപ്പോഴേ വലുതായത് അവിടെ അത് ഇതാണ്. അത് കട്ട് വലുതാ. ഇവൻ കട്ട് സമയത്തേ വലുത്. ഇതും പറഞ്ഞ് എനിക്കെന്തോ തകരാറുണ്ടോ ചോദിച്ചു. ഞാൻ തകരാറൊന്നുമില്ല. അപ്പോൾ ഗൈസ് മാങ്ങ ഉണ്ട്, പഴുത്ത മാങ്ങ കേട്ടോ. ഞാൻ ഇപ്പം കാണിച്ചില്ലേ, അത് ഇത് കസിൻ്റെ വീട്ടിൽ നിന്നുണ്ടെന്ന്. അത് വേറെ കസിൻ, ഇത് വേറെ കസിൻ. അപ്പം ഈ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോയ ഉണ്ണിയേട്ടൻ്റെ വീട്ടിലാണ്. അപ്പം ഉണ്ണിയേട്ടൻ തന്നെ കഴിഞ്ഞാൽ അമ്മമ്മയുടെ അനിയൻ്റെ മോനാണ്. സോ അപ്പം അവിടെയാണ് ഞങ്ങളിന്ന് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം, ഉച്ചയ്ക്ക്. അപ്പം അവിടെയുള്ള മാങ്ങയാണ്. ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. മറ്റേ മാങ്ങയ്ക്ക് അത്ര ടേസ്റ്റില്ല ഗൈസ്. അടിപൊളി ടേസ്റ്റാണ്. കളിക്കാൻ ഓർബിറ്റ്സ് എന്തായി നോക്കാൻ വന്നു. കുറച്ചൊന്നും ചെറുതാണ്, കുറച്ചൊക്കെ നാളെ ആവുന്നത്. ഇതല്ലോ കുറച്ചൊക്കെ ചെറുതാണ്. ഞാൻ ഡയറിയിൽ ഇങ്ങനെ ടൈം ടേബിളൊക്കെ എഴുതുന്നുണ്ട്. ഇതിൻ്റെത് എഴുതി അപ്പുറത്ത് വെച്ചു. നാളെ മുതൽ ലഞ്ച് ബോക്സ് കൊണ്ടുവരണം. ഇത് ഇതിൻ്റെ. അപ്പം എനിക്ക് പേര് എഴുതാനുണ്ട്. എനിക്ക് എഴുതി കൊണ്ടുവച്ചിട്ടാണ് പേര് എഴുതാൻ. ഞാൻ പഠിക്കാൻ പോവാണ്. ഇതിൻ്റെ ടൈം ടേബിള് ഒക്കെ എഴുതി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് അവൻ്റെ ബോക്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹോൾ വീഡിയോയിൽ. അപ്പോൾ ഞാൻ പഠിക്കാൻ പോവുകയാണ്. സോ ഇന്ന് എനിക്ക് ഇംഗ്ലീഷ് കോപ്പിയാണ് കേട്ടോ എഴുതാനുള്ളത്. ഇന്ന് ഇംഗ്ലീഷ് കോപ്പി എഴുതാനുണ്ട്. പിന്നെ ഡയറി കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ 2-3 ബുക്ക് നാളെ കിട്ടും. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത്. സോ പുതിയൊരു വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും. സോ ടാറ്റാ, ബൈ.